ഹലോ, ന്യൂസ് പേപ്പർ വെച്ചിട്ടൊരു ബോട്ടിൽ ആർട്ട് ചെയ്താലോ? അതിന് വേണ്ടിയിട്ട് കുറച്ച് ന്യൂസ് പേപ്പേഴ്സ് എടുത്തിട്ടുണ്ട്. അതിന്റെ ഫ്രണ്ടിൽ കാണുന്ന കുറച്ച് ഫോട്ടോസ് ഒക്കെയാണ് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ദാ ഈ കാണുന്നത് പോലെയാണ് നമ്മൾ ഫോട്ടോസ് കീറിയെടുക്കേണ്ടത്. കുറച്ച് വെള്ളം ഉപയോഗിച്ച് ഈ ഫോട്ടോസിന്റെ ബോർഡേഴ്സിൽ ഇങ്ങനെ വരഞ്ഞു കൊടുക്കുമ്പോഴത്തേക്ക് അത് നനഞ്ഞു കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് അതിനെ കീറിയെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. അതേപോലെ തന്നെ എല്ലാ ഫോട്ടോസും നമുക്ക് കീറിയെടുക്കാം. ഫോട്ടോസ് കീറിയെടുത്തതിന് ശേഷം ഒരു കുപ്പിയിലെ ബ്ലാക്ക് പെയിന്റ് അടിച്ചെടുത്തിട്ടുണ്ട്. പക്ഷെ ആ കുപ്പിയിലെ ബ്ലാക്ക് പെയിന്റ് അടിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഈ പടങ്ങളെല്ലാം ഒട്ടിച്ചു കഴിയുമ്പോഴത്തേക്കും ഈ ബ്ലാക്ക് പെയിന്റ് ഒന്നും വെളിയിൽ കാണത്തില്ല. അതുകൊണ്ട് നിങ്ങളിത് ഒട്ടിക്കുമ്പോഴത്തേക്കും ശ്രദ്ധിച്ച് ചെയ്യുക. പെയിന്റ് ഒന്നും അടിക്കാതെ തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഈ പടങ്ങളെല്ലാം ഒട്ടിച്ച് ചെയ്യാവുന്നതാണ്. ഫോട്ടോസ് എല്ലാം കീറിയെടുത്തതിന് ശേഷം ഇത് അവിടെ എവിടെയായിട്ടൊക്കെ അങ്ങ് ഒട്ടിച്ചെടുക്കാം. ഞാനും അതുപോലെയൊക്കെ തന്നെയാണ് ഒട്ടിച്ചത്. അതുകൊണ്ട് നിങ്ങളും അതുപോലെയൊക്കെ ചെയ്താൽ മതി.
കുപ്പിന്റെ മുകൾ ഭാഗം നമ്മൾ വെള്ളം പോലെ വെച്ചിട്ടാണ് കവർ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഗ്ലൂ എല്ലാം അപ്ലൈ ചെയ്തിട്ട് അതിന്റെ മേളിൽ കൂടിയിട്ടാണ് നൂലൊട്ടിക്കാൻ പോകുന്നത്. നൂലെല്ലാം ചുറ്റിയതിന് ശേഷം ഒരു ബോ എടുക്കുന്നുണ്ട്. ഈ ബോ ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയത്. അപ്പൊ ഈ ബോ നമ്മള് കുപ്പിന്റെ മുകൾ ഭാഗത്തായിട്ടാണ് ഒട്ടിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒട്ടിക്കുന്നത് നമ്മൾ ഫ്ലക്സ് സ്റ്റിക്ക് വെച്ചിട്ടാണ്. നിങ്ങൾക്ക് ഫെവിക്കോളോ ഫെവി ബോണ്ടോ എടുക്കാവുന്നതാണ്. പെട്ടെന്ന് ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഫ്ലക്സ് സ്റ്റിക്ക് ഉപയോഗിക്കുന്നത്. ഫ്ലക്സ് സ്റ്റിക്ക് ഉപയോഗിക്കുമ്പോഴെല്ലാം അതിലുള്ള ഇൻസ്ട്രക്ഷൻസ് എല്ലാം വായിച്ചിട്ട് വേണം നിങ്ങൾ അതിനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് കുട്ടികള്. ഈ ബോയിന്റെ അറ്റഭാഗം ഭംഗിയുണ്ടായിരുന്നില്ല, ഫ്ലാറ്റ് ആയിട്ടിരിക്കുന്നത് കാരണം. അപ്പൊ അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഇതിനെ ഞാനൊരു വി ഷേപ്പിൽ കട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ ആ ഒരു നീണ്ട ഭാഗം ഞാൻ രണ്ടായിട്ട് മടക്കിയിട്ട് വി ആക്കിയെടുക്കാണ്. ഈ കാണുന്നത് പോലെയാണ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് നല്ല കറക്റ്റ് വി തന്നെ കിട്ടും. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബൈ ബൈ.